بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس ملك القدوس السلام المؤمن المهيمن العزيز الجبار عزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العلي العظيم السلام عليكم ورحمة الله വിജ്ഞാനം വിനയം സേവനം മുഖമുദ്രയാക്കി വിദ്യാഭ്യാസ നവോത്ഥാന ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആണ്ടുകൾ 24 എത്തി നിൽക്കുന്ന SKHSF ചെറുവത്തല ശാഖയുടെ വാർഷിക പൊതുസമ്മേളനത്തിന് ചെറുവത്തല ശാഖ SKHSFന്റെ കരുത്തനായ പ്രസിഡന്റ് ഷഫീഖ് ഹുദബി മാണിയൂർ സ്വാഗത പ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറുല്ലാഹി മാ ബഅദ്. ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹസർ അലി ശിഹാബ് തങ്ങൾ, ശൈഖുന മാണിയൂർ ഉസ്താദ് അവർകൾ, ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം, CKK മാണിയൂർ, മറ്റു സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ, സ്നേഹമസ്മിതരായ നാട്ടുകാരെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ നമ്മുടെ SKHSF ചെറുവത്തല ശാഖയുടെ 24ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിന്റെ 1ാം ദിവസം ഇന്നലെ വളരെ ഗംഭീരമായ രീതിയിൽ സമാപനം കുറിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിനും സാലിഹീങ്ങൾക്കും വളരെ ഇളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. ശൈഖുന മാണിയൂർ ഉസ്താദിന്റെ നേതൃത്വമുള്ള മണ്ണ്. 30ഓളം മതബിരുദധാരികളായ അലിമീങ്ങളുള്ള നാട്, 15ഓളം മുതഅല്ലിങ്ങൾ പഠിക്കുന്ന നാട്, 5ഓളം വഫിയമാരും ഒരു ഹാഫിലത്തും ഹാഫിലീങ്ങളും പഠിക്കുന്ന നാട്. ഭൗതികമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമായ രീതിയിൽ ഒരുപാട് ഉന്നതികളിൽ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ നാടാണ് നമ്മുടെ നാട്. വിജയികളോ പുത്തനാശയക്കാരോ മതഭീകരവാദ തീവ്രവാദ ചിന്തകളുള്ള സംഘടനകളോ ഒന്നുമില്ലാതെ ശാന്തി സമാധാന സുന്ദരമായ നാടാണ് നമ്മുടെ ചെറുവത്തല നാട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണിത്. അള്ളാഹു ഈ നിഅമത്ത് അതിന്റെ കാലാവസാനം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ.
SKSF-നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും എങ്ങനെയാണ് SKSF ഭിന്നമായി നിൽക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരുപാട് കലാലയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അക്രമ കലാലയ രാഷ്ട്രീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും മത തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയും ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദീനിന്റെ പേര് പറഞ്ഞ് ഖുർആനിന്റെ ആയത്തുകൾ ഓതി മുസ്ലിമീങ്ങളിൽ നിന്നു തന്നെ ദീനിനെ പറയിപ്പിക്കാൻ വേണ്ടി ദീനിന്റെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഭീകരവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി SKSF എന്ത് ചെയ്യുന്നുള്ളൂ എന്നുള്ള ചോദ്യം നമുക്ക് പ്രസക്തമാണ്. ഉത്തരം വളരെ ലളിതമാണ്. ദീനീ മേഖലയിൽ സാമുദായിക രീതിയിൽ പുരോഗമനാത്മക രീതിയിൽ SKSF ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നും നാട്ടിൽ അറിയപ്പെട്ടതാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സഹചാരി റിലീഫ് സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ വളരെ ചർച്ചാ വിഷയമായ ഒരു പ്രവർത്തനമാണ് സഹചാരി റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ. ഈയിടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നത്, ഈയിടയ്ക്ക് SKSF-ന്റെ സമ്മേളന നഗരിയിൽ വെച്ച ഒരാൾ പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ദീനുൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന യുവാക്കളുടെ ചോരത്തിളപ്പുകൾക്കുള്ള യുവാക്കളെ മതരാഷ്ട്രീയ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൈനാടുന്ന കൊണ്ടുപോകുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ മഹിമയെക്കുറിച്ച്, കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കാനുണ്ട്. അല്ലയോ മക്കളെ, നിങ്ങൾ അറിയുമോ നമ്മുടെ കേരളത്തെക്കുറിച്ച്? നമ്മുടെ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? മഹാനായ ഖുതുബുസ്സമാൻ മൗലദ് ദബീല ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മമ്പുറന്തങ്ങൾ ജീവിച്ചിരിക്കുന്ന നാടാണ് നമ്മുടെ നാട്. മമ്പുറന്തങ്ങൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഹാദിമ് കോണ്ട് നായർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഹാദിമ് ഒരു അമുസ്ലിം സുഹൃത്തായിരുന്നു. നമുക്കറിയാം കുഞ്ഞായി മുസ്ലിയാരുടെ കഥ. കുഞ്ഞായി മുസ്ലിയാരുടെ കഥ പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ മങ്ങാട്ടച്ചനും കൂടി ചേരേണ്ടതുണ്ട്. എന്തിനു പറയണം, നമ്മുടെ മുസ്ലിമീങ്ങളുടെ ആത്മഹർഷത്തിന്റെ ഹേതുകമായ പാണക്കാടിന്റെ ഭൂമത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 1992 കാലഘട്ടത്തിൽ ഡിസംബർ 6 കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിന്റെ തങ്കക്കുടങ്ങൾ പൊളിച്ചെറുക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കേരളത്തിൽ അക്രമമുണ്ടാകുമെന്ന് വന്നപ്പോൾ അവിടുന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, മുസ്ലിമീങ്ങൾ സംയമനം പാലിക്കണം. നമ്മുടെ അഭിമാനകരമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ നാട്ടുകളിലുള്ള, നമ്മുടെ വില്ലേജുകളിലുള്ള അമ്പലങ്ങളുടെ ഒരോടിന് പോലും കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇക്കാണുന്ന ശാന്തിയും സമാധാനവും ഉടലെടുത്തത്. അതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള SKSF എന്നുള്ള ഈ പ്രസ്ഥാനമാണ് ആദ്യമായി ഈ ഒരു ഭീകരവാദ പ്രസ്ഥാനം, അത് ഭീകരവാദ പ്രസ്ഥാനമാണ്, അതിനെ ദീനിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് SKSF എന്നുള്ള പ്രസ്ഥാനമാണ്. ഇവിടെയാണ് SKSF-ന്റെ പേരും പെരുമയും വരുന്നത്. ഞാൻ എന്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകുകയല്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ഒരു സംഗമത്തിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തി ഈ ഒരു സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ മഹാനായ പാണക്കാട് സയ്യിദ് ഹസർ അലി ശിഹാബ് തങ്ങളെ എല്ലാവിധ ആദരവോടുകൂടിയും ഈ ഒരു സംഗമത്തിന് വേണ്ടി ഈ ഒരു സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷപദം അത് അലങ്കരിക്കുന്ന നമ്മുടെ നാടിന്റെ എല്ലാമായ മുഖ്യ കാര്യദർശി ഷെയ്ഖുന മാണിയർ ഉസ്താദ് അവരുടെ എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും സംഘടനയ്ക്ക് വേണ്ടി ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ മുഖ്യ പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്ന ഉസ്താദ് റഹ്മത്തുള്ള കാസിമി മുത്തേടം ഉസ്താദ് അവരുടെ എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും സംഘടനയ്ക്ക് വേണ്ടി ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം അറിയിക്കുന്ന നമ്മുടെ CK മണിയൂർ, അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് ജമാഅത്ത് ജനറൽ സെക്രട്ടറി, മുൻ ജില്ലാ SKSF സെക്രട്ടറിയുമായ ഇബ്രാഹിം അടവച്ചാൽ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ എല്ലാ നേതാക്കന്മാരെയും ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഗമം, ഈ ഒരു പരിപാടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ലൈവായി ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അവരെയൊക്കെ ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാത്തിനും ഉപരി ഈ ഒരു സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എന്റെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവിധ സ്നേഹത്തോടു കൂടിയും ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ ഈ ഒരു സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തരുവാൻ ബഹുമാനപ്പെട്ട പാണക്കാട് ഹാസർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരം നിറഞ്ഞ നമ്മുടെ വേദിയിലെത്തിച്ചാൽ അഭിമന്യനായ ഉസ്താദ് മാലിയൂർ ഉസ്താദ് അവരുടെ ബഹുമാനപ്പെട്ട നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സദസ്സ് അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിം അവരുടെ ബഹുമാനപ്പെട്ട ശ്രീ കെ മാലിയൂർ, അതുപോലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മഹല്ലുകാരന്മാരെ, സമസ്ത കേരള സുന്നി സുന്നത്ത് ഫെഡറേഷന് അഭിമന്യരായ കർമ്മോത്സകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദര സഹോദരിമാർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർ, കടപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ പലരും രോഗികളാണ്. അള്ളാഹു എല്ലാവരുടെയും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തോടുകൂടുള്ള ദീർഘായുസ്സ് അള്ളാഹു അവർക്കും നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പുണ്യമാക്കപ്പെട്ട മക്ക, ഈ മദീനയൊക്കെ സന്ദർശിക്കുവാനും ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കുവാനും തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ മക്കയിലുള്ള അപകടങ്ങൾ ഒരുപാട് പേര് മരിക്കപ്പെട്ട അള്ളാഹു അവർക്കൊക്കെ മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ മഹത്വമുള്ള ഒരു സന്തോഷമുള്ള ഒരു സദസ്സിലാണ് സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും യാദൃശ്ചികമായാണ് ഈ വേദിയെ സംഗമിക്കുവാനും നിങ്ങളോടുകൂടെ ഒരുമിക്കുവാനൊക്കെ സാധിച്ചിട്ടുള്ളത്. ഇതിന് അവസരം തന്ന അള്ളാഹുവിനെ ആദ്യമായി ശ്രദ്ധിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സംഘടനത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാലിയൂർ ഉസ്താദിന്റെ ഒക്കെ ആ എളിമയാകുന്ന ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ റുവത്തല ശാഖയുടെ 24ാം വാർഷിക സമ്മേളനത്തിൽ നാം ഇന്ന് സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും SKSFന്റെ രൂപീകരണ കാലം തൊട്ടു പിറകെ തന്നെ നിങ്ങളുടെ ശാഖ ഇവിടെ രൂപീകരിക്കപ്പെടുവാനും കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റിക്കൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിച്ചു എന്നതിൽ ഈ സന്ദർഭത്തിൽ അഭിമാനം തോന്നുകയാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മയാകുന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഊന്നുവടിയായി നിൽക്കപ്പെടുന്ന, താങ്ങും തണലായി പ്രവർത്തിക്കപ്പെടുന്ന നേതാക്കന്മാർ കണിനിരന്നതോടുന്ന് പ്രവർത്തിക്കുന്ന ചിട്ടമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളത്. അതിന്റെ ആ ആദർശ ശുദ്ധീകരണം കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഒട്ടക്കും കേരളത്തിന്റെ പുറത്തും ഇന്ന് ആ സംഘടന വളരെ ബൃഹത്തായ രൂപത്തിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയ്ക്ക് കീഴിൽ സമുദായത്തെ സേവിക്കപ്പെടുവാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടായി പാവപ്പെട്ടവർക്കും അതിർത്തി വിഭാഗങ്ങൾക്കും ഏതൊക്കെയെല്ലാം സഹായം ചെയ്യുന്നുണ്ടോ അതൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ആ കഷ്ടപ്പെടുന്നവർക്കൊക്കെ, ദരിദ്രർക്കൊക്കെ സഹായിക്കപ്പെടുന്നതിന് മുൻപന്തിയിൽ നിൽക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയായി ഇന്ന് SKS മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സഹചാരി പോലെ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ ട്രെൻഡിന്റെ ആ ആവിഷ്കാരമായ പുതിയ പദ്ധതികളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഉപകാരം ചെയ്യപ്പെടുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ഇന്ന് SKSF വളരെ തന്മയായ പ്രവർത്തനം ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബാദത്ത് രംഗങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നേരാവണ്ണം ജീവിക്കപ്പെടുവാനും പോലും സാധിക്കപ്പെടാത്ത ഈ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നന്മയാകുന്ന മാർഗത്തിലേക്ക് ജനങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുവോ ആ രൂപത്തിലെല്ലാം ആ സാധിക്കപ്പെടുന്ന എല്ലാ മാർഗങ്ങളും തേടിപ്പിടിച്ചുകൊണ്ട് SKSF അതിൻ്റെതായ ഇബാദത്തിലൂടെ പ്രവർത്തനമെന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയുന്ന വസ്തുതയാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ നടത്തുന്ന ഈ പരിപാടി അഭിമന്യനായ റഹ്മത്തുള്ള ഉസ്താദ് അവറുകളെ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശങ്ങൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് നന്മയാകുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏവരുടെയും കടമ. അതിനു വേണ്ടി തന്നെയാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഒന്നുമല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപരമായ കടമ എന്ന് തന്നെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ യഥാർത്ഥ മുഅ്മിനി എന്ന് നമ്മളെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥ മുഅ്മിന്റെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മുഅ്മിന്റെ വിശേഷണം പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കപ്പെടുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജലത്ത് ഖുലൂബുഹും. അവിടെ അല്ലാഹുവിനെ സ്മരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വജലത്ത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങളൊക്കെ കിടുകിടാ വിറക്കുകയാണ്. വൈദാ തുലിയത്ത് അലിഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ സാദത്തുഹും ഈമാൻ, അവിടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സകലമായ കാര്യങ്ങളും റബ്ബിലേക്ക് തവക്കൽ ചെയ്യുകയാണ്. അങ്ങനത്തെവരാണ് മുഅ്മിനുകൾ. ആ മുഅ്മിനുകൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുമെന്നുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമയം നാം ഒന്ന് ചിന്തിക്കപ്പെടേണ്ടത് വളരെയധികം അത്യന്തപേക്ഷിതമായ ഈ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഒരു ദിവസത്തിൽ നമുക്ക് 24 മണിക്കൂർ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു നിമിഷമാണ് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുകയോ അള്ളാഹുവിനെ ആരാധിക്കപ്പെടുകയോ അള്ളാഹുവിന്റെ ആ പേര് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കാരണമായി ഹൃദയം വിറക്കുകയോ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് പാരായണം ചെയ്തപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ, നാം ഇന്ന് സമയമൊന്ന് ആ മനസ്സിനോടൊന്ന് ചോദിക്കേണ്ടത് അത്യാവശ്യമായ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുള്ളതും അള്ളാഹുവിനെ ആരാധിച്ചിട്ടുള്ളതും അവർക്ക് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും ആയിരുന്നു. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഭയാനകരമായ ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പേടി അവർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആരിഫ്യങ്ങളൊക്കെ പാടിയതുപോലെ അല്ലാഹു അഅലമു ഇല്ലസ്തു അദ്കുറുഹു കൈഫ അദ്കുറുഹു വലസ്തു അൻസാഹു, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണല്ലോ, ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്ന വിവരം. കൈഫ അദ്കുറുഹു, എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കുക, വലസ്തു അൻസാഹു, അള്ളാഹിനെ മറക്കുന്നില്ലല്ലോ. ഒരു മറന്ന ഒരു സംഗതിയാണ് ഓർമ്മപ്പെടുത്തി മനസ്സിലേക്ക് തിട്ടപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. അവരൊക്കെ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മപ്പെടുക്കുന്നവരാണ്. എപ്പോഴും അവരുടെ ശ്വാസങ്ങൾ പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നിസ്കരിക്കുവാനുള്ള ആ സമയം, അതിൽ പോലും അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ അവസ്ഥ. നമ്മൾ ആഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ വലിയാക്കള് ആ കിടക്കുന്ന സ്വർഗീയ ലോകത്ത് നമുക്കും സംഗമിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവർ ചെയ്യുന്നത് പോലെ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം തീർക്കപ്പെടാൻ വേണ്ടി നാം ശ്രമിക്കപ്പെടേണ്ടതാണ്. പ്രിയമുള്ള സഹോദരൻ, അള്ളാഹുവിനെ കണ്ടറിഞ്ഞുകൊണ്ട് അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഹി എന്നൊരു ചിന്ത ആ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവന്റെ അധാർമികപരമായ കാര്യങ്ങളിലേക്കോ തെറ്റിന്റെ കുമ്പാരങ്ങളിലേക്കോ ഒരിക്കലും മനുഷ്യൻ പോകില്ല. കാരണം അള്ളാഹു ഹാദിരി, അള്ളാഹു ഹാദിറാണ് എന്നുള്ള, അള്ളാഹു ഹാജറുണ്ട്, അള്ളാഹു നാദിരി, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ഷാഹിദി, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു മഈ എന്ന്, അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അവനിക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ, അവന്റെ ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റിലേക്കോ മറ്റുള്ള അധാർമികപരമായ കാര്യങ്ങളിലേക്കോ ഒരിക്കലും പോകില്ല. കാരണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കുള്ള ആ മോക്ഷമായ മാർഗം ഒരിക്കലും ലഭിക്കപ്പെടുകയില്ല എന്ന് ഇതൊക്കെ പടച്ച തമ്പുരാൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് ബോധം അവനുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട്
യഥാർത്ഥമായി മുഅ്മിനായി ജീവിക്കപ്പെടുവാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അവനക്ക് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആരാധന അർപ്പിക്കപ്പെടുവാൻ തന്നെ സാധിക്കും. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് കടന്നുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുണ്ടായി. ഈമാനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ ചോദിച്ചതറിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുണ്ടായി, മൽ ഹിസാൻ യാ റസൂലുള്ളാഹ്, എന്താണ് ഹിസാൻ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വിശദീകരിക്കുകയുണ്ടായി, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുള്ള ബോധം എനിക്കുണ്ടാകണം. നീ ആരാധന അർപ്പിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ കാണുന്നത് പോലെ നിന്റെ ആരാധന കർമ്മങ്ങൾ നീ അർപ്പിക്കപ്പെടണം. അപ്പോൾ മാത്രമാണ് നിന്റെ ആരാധനയ്ക്കുള്ള യഥാർത്ഥമായ ആ ലസ്സത്തും ആ അഭിരുചിയും ആ രസം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹു അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹു മുന്നിലുള്ള ബോധത്തോടുകൂടെ, അള്ളാഹു മുമ്പിലുണ്ട്, അള്ളാഹ് കാണുന്നുള്ള ബോധത്തോടുകൂടി നീ ആരാധന അർപ്പിക്കപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാനികമായ ആ ശക്തി നമുക്കുണ്ടാകണം. ആ ഈമാൻ ക്ഷയം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ കണ്ടെത്തുവാനോ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഈമാന്റെ ശക്തിയാണ് ഏറ്റവും വലിയ മർമ്മ പ്രധാനം. അള്ളാഹു നമുക്ക് ഈമാനിക്ക് ആ പരം ശക്തി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖലാസോട് കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അള്ളാഹു നമ്മുടെ ഹൃദയത്തൊക്കെ ശുദ്ധീകരിക്കുമാറാവട്ടെ. ഇഫാഖ് തരങ്ങൾ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ പൂർവ്വപരി ശുദ്ധീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു വാക്യം ഉച്ചരിച്ച് മഹത്തായ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ഡിത താവ്വൈ തറവാട്ടിലെ വിനയാനിധനും ഒരു വ്യാജന്മാരുടെ മുന്നിലും മുട്ടുമടക്കാത്ത അറിവിന്റെ നിറകുടം സമസ്ത എന്ന മഹിത പണ്ഡിത സഭയിലെ നിഷ്കളങ്ക വ്യക്തിത്വത്തിനുടമ ശൈഖുന മാണിയൂർ അഹ്മദ് മുസ്ലിയാർ, ശൈഖുന മാണിയൂർ അഹ്മദ് മുസ്ലിയാർ സംഗമത്തിന് അധ്യക്ഷ ഭാഷണം അർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ സലാം എടുക്കാതെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മഹാനായ തങ്ങളെ, അഭിഗണ്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, SKSSF ചെറുവത്തല ശാഖാ കമ്മിറ്റിയുടെ 24ാം വാർഷിക ആഘോഷ സമാപന സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. നമുക്കിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി റഹ്മത്തുള്ള കാസിമി മുക്തയിടം. ഞങ്ങളൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാറുള്ള പഠനാർഹമായ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. കുറച്ചു കാലമായി ഞാൻ പ്രസംഗം കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗികൻ നമ്മുടെ ചെറുവത്തലയെ പരിചയപ്പെടുത്തുകയുണ്ടായി, ഇല്ലേ? ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. ചെറുവത്തല ജുമാഅത്ത് പള്ളിയിൽ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ചാണ് സുപ്രഭാതത്തിന് വരിക്കാറ് ചേർത്തത്, അല്ലേ? ഏതാണ്ട് നാട്ടിലെ എല്ലാ വീടുകളിലും അങ്ങനെ അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്ത നാടാണ് നമ്മുടെ നാട്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആണ്. നമ്മുടെ പരിപാടി മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ?
നമ്മുടെ പരിപാടി SKSSF ആഭിമുഖ്യത്തിൽ അല്ലേ? SKSSF എന്താണ് അതിന്റെ ഫുൾ ഫോം? സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. പേര് കേട്ടാൽ കേരളത്തിലെ ചെറിയൊരു വിദ്യാർത്ഥി സംഘടന അല്ലേ? അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠനം നടത്തിയാലോ സമസ്ത ലോക അല്ലെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, യഥാർത്ഥാണ്. വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതറിയാൻ സാധിക്കും. ഞാനും CKK മാണിയൂർ, എന്റെ സുഹൃത്ത് CKK മാണിയൂരും കൂടി UAE ഒരു പര്യടനം നടത്തുകയുണ്ടായി. 7 സ്റ്റേറ്റുകളിലും SKSF അല്ലെ ആഭിമുഖ്യത്തിലുള്ള മജ്‌ലിസിന് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പറഞ്ഞപ്പോ UAE എല്ലാ രാഷ്ട്രങ്ങളും ഇന്ന് ഞങ്ങളോട് അവരുടെയൊക്കെ മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ട്. അതാണ് സമസ്ത SKSF ഒരു ലോക സംഘടനയാണ്. അതിന് കാരണം എന്താണ്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളിൽ ഒന്നാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 10 പോഷക ഘടകങ്ങളുണ്ട്. അതിൽ നമ്മുടെ SKSF ലോകത്തെവിടെയും പരിചയപ്പെടുത്തേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു മഹത്തായ വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും. ളാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നവർ. അലൽ ഹഖ്, സത്യം കൊണ്ട്. അലാക്ക് ബാൻഡമായ ഹത്താ യഅതിയ അംറുല്ലാഹ്, അള്ളാന്റെ ഉത്തരവ് വരുന്നത് വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ. അലൽ ഹഖ്, ആരായം കൊണ്ട്. ഈ ത്വായിഫത്ത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തീർത്ത് പറയുന്നു, ആ വിഭാഗം ഹുമൽ ഉലമാഉ, അവർ ഉലമാ ആണ്. അതിന് അദ്ദേഹം പറഞ്ഞ തെളിവ് ഇതേ ഹദീസ് മറ്റ് പല തുറുക്കുകളിൽ കൂടി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8ഓളം വരുന്ന തുറുക്കുകളിലുള്ളത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന മതന കൊണ്ടാണ് ഈ ഹദീസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗം, ഈ തായിഫത്ത് ഉലമാ ആണ്. ഏത് തായിഫത്ത്? ഖിയാമത്ത് നാൾ വരെ സകല അസത്യങ്ങളെയും സത്യം കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു വിഭാഗം. ആ വിഭാഗം ഉലമാ. ആ ഉലമാ, ആ തായിഫത്ത് കേരളത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് എന്ന് തീർത്ത് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെയുള്ള ഏത് തായിഫത്തിനെ കുറിച്ച് പരിശോധിച്ചാലും അത് അവകാശപ്പെടാൻ സാധ്യമല്ല. അങ്ങനെ ഒരു മഹത്തായ കമ്മിറ്റിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതെന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പോ പ്രസ്ഥാനോ ഒന്നുമല്ല, മറിച്ച് കേരളത്തിലുള്ള ഉസ്താദുമാരുടെ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഏതാണ്ട് ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് ആ കമ്മിറ്റിക്ക് രൂപം നൽകിയത്, അഥവാ ആ കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? നമുക്കറിയാം ആരാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ്. പറഞ്ഞുവിടും, എന്ത് പറയാൻ മടി. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ആരാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് മഹാനായ ശംസുൽ ഉലമയൊക്കെ പലപ്പോഴും പറയുന്നതായി കേട്ടിട്ടുണ്ട്. കുത്തുബുൽ സമാനിൽപ്പെട്ട കുത്തുബുൽ സമാൻ. എന്താ കുത്തുബുൽ സമാൻ? അത് ലോകത്ത് എക്കാലത്തും 1,24,000 ഔലിയാക്കൾ ഉണ്ടാകും. അവർ ഏറുകയോ കുറയുകയോ ഇല്ല. ഒരാൾ മരിച്ചാൽ ആ സ്ഥാനത്ത് അള്ളാഹു മറ്റൊരാളെ നിയമിക്കുന്നതാണ് ലോകാവസാനം വരെ. ഈ 1.25 ലക്ഷത്തോളം വരുന്ന ഔലിയാക്കൾക്ക് നേതാക്കൾ ഉണ്ടാകും. ആ നേതാക്കൾക്കാണ് കുത്തുബീങ്ങൾ എന്ന് പറയുന്നത്. ഈ 1.25 ലക്ഷത്തോളം വരുന്ന മഹാത്മാക്കൾക്കെല്ലാം കൂടി ഒരു വലിയ നേതാവുണ്ടാകും. ആ നേതാവിനെ കുത്തുബുൽ അഖ്താബ്, ഗൗസുൽ ആദം എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ചുരുക്ക പ്രസംഗമായി മാറിപ്പോകും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് അവരുടെ പ്രസംഗമാണ്. അപ്പോ എന്താണ് പറഞ്ഞത്? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ദിവസങ്ങളോളം നമുക്ക് മഹാനവറുകളുടെ കറാമത്തുകൾ പറയാൻ സാധിക്കും. ഒരൊറ്റ ഒന്ന്. ഇത് മഹാന്മാരായ പല ഉസ്താദുമാരും പറയുന്നത് കേട്ടതാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലം ഒരു രാത്രി കോഴിക്കോട് ഒരു സദസ്സിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗം അവസാനിക്കാൻ പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു, നമ്മളിവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ, ഒരു 40 ആളുകൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറെ ആളുണ്ടാകും, ഒരാൾ ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, തങ്ങള് ഒരാൾ ഉറപ്പാണെന്ന് പറഞ്ഞില്ല, ആൾ ആരാണ് ഈ സദസ്സിൽ? തങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയാൻ കഴിയില്ലല്ലോ. തങ്ങൾ പറഞ്ഞു, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബഹ് നിസ്കരിച്ച ഒരാളുണ്ട് ഈ സദസ്സിൽ, എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞു. തങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ലല്ലോ. ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സുബഹിയും മസ്ജിദുൽ നബവിയിൽ വെച്ച് ദുഹുറും മസ്ജിദുൽ അഖ്സായിൽ വെച്ച് അസറും നിസ്കരിച്ച മഹാനായ തങ്ങളോടുകൂടി സ്വബഹ് നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ ഞാനും ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ചെറിയ കുട്ടികൾക്ക് തിരിയോന്നറിയില്ല. ഇതൊരു 90 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ. ഇന്ന് അബുദാബിയിൽ അല്ലേ, പിന്നെ ബുഖാരി ദർസ് നടത്താൻ കോഴിക്കോടെത്തും. വലിയ കറാമത്തായി പറയാറുണ്ട്. ഒരു കറാമത്തൊന്നുമല്ല, നമുക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. അബുദാബിന്ന് അല്ലെ സഹകരിച്ചിട്ട് ചെറുപ്പത്തിലെത്താൻ സാധിക്കും. ഇനി അടുത്ത കൊല്ലം നമ്മൾ വിമാനത്താവളം വന്നാൽ പറയാനുമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലമല്ല. ഏതായാലും ഇരിക്കട്ടെ, മഹാനായ തങ്ങൾ, അതാണ് മഹാനായ വരക്കൽ മുലക്കോയ തങ്ങൾ. ആ മഹാനായ തങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നമ്മുടെ ഉസ്താദുമാരുടെ ഈ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഞാൻ നിർത്തുന്നു. അങ്ങനെ ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വലിയ ജുമഅത്ത് പള്ളിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളായ ഉലമാക്കൾ, സാദാത്തുക്കൾ, അവരെയൊക്കെ വിളിച്ചുകൂട്ടിക്കൊണ്ട് രൂപീകരിച്ച ആളാണ്. അന്ന് 40 മഹാന്മാരടങ്ങുന്ന ആ കമ്മിറ്റി. ആ 40 മഹാന്മാരിൽ നിന്ന് അവസാനം വഫാത്തായ ആളാണ് ആര്? റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. തങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ച ആ ലിസ്റ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തന്നെ മഹാനവറുകൾ വഫാത്തായി. തങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ച ആ ലിസ്റ്റിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. അപ്പൊ ഏതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ? ആ സംശയമൊന്നും വേണ്ട. അപ്പൊ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരിച്ചു. അത് രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് മാത്രം ശ്രദ്ധിക്കൂ, എത്രയോ വലിയ വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടതാണ്. ആ കമ്മിറ്റി രൂപീകരിച്ച് പിരിയാൻ പോകുമ്പോൾ തങ്ങളുടെ ഒരു ദുആ, ആ ദുആ അവസാനിച്ചത് ഇങ്ങനെയാണ്. ശംസുൽ ഉലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആലമീനായ നാഥ, ഈ കേരളത്തിൽ പരിശുദ്ധമായ ദീൻ, ഇസ്ലാം ദീൻ, അതിന്റെ ശരിയായ രൂപത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് അതെന്താണ്, അത് ശരിയായ രൂപത്തിൽ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഉലമാക്കൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. റബ്ബുൽ ആലമീനായ നാഥ, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹ്ദിമാന്റെ പിന്നിൽ അണിനിരക്കാൻ നീ തൗഫീക്ക് നൽകണേ എന്ന് തങ്ങൾ ദുആയിരുന്നു. ആ സദസ്സിലിടുന്ന മഹാത്മാക്കളൊക്കെ ആമീൻ പറയുകയും ചെയ്തു. തികച്ചും ഉത്തരം ലഭിച്ച ആ ദുആ. ഇവിടെയാണ് നമുക്ക് വലിയ സന്തോഷിക്കാനുള്ളത്. മഹാനായ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആഗമനം ഏറ്റവും സമീപിച്ച ഈ കാലം എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കണം. വിദ്യാർത്ഥികൾ SKSF അല്ലെ, യുവാക്കള് SYS, മഹല്ല് ജമാഅത്തുകൾ SMF അല്ലെ, മദ്രസ മാനേജ് കമ്മിറ്റിക്കാര് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. ഇങ്ങനെ എല്ലാവർക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉള്ള മഹാന്മാരായ ഉസ്താദുമാർ കമ്മിറ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്തയുടെ പിന്നിൽ പാറ ഉറച്ചു നിൽക്കുക. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമുള്ള കാര്യമാണ്. രക്ഷിതാക്കൾ പറയാനുള്ളത്, നമ്മുടെ അവസാനം നമ്മുടെ ചെറിയ മക്കൾക്കും ഉണ്ടല്ലോ കമ്മിറ്റി ഇല്ലേ, മദ്രസയിലെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കമ്മിറ്റി. എന്താണ് കമ്മിറ്റിയുടെ പേര്? അത് വേഗം പറയാൻ കിട്ടും. SBV, സമസ്ത കേരള സുന്നി ബാലവേദി. അപ്പൊ രക്ഷിതാക്കളൊക്കെ ഈ സംഘടനയുടെ പിന്നിൽ അണിനിരത്തണം. ഈ ചെറുപ്പത്തലക്കാരോട് പറയല്ല, ചെറുപ്പത്തക്കാരോട് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുമുണ്ട്, അവരോടൊക്കെ പറയുകയാണ് നമ്മുടെ എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുക. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുറത്ത് സുന്നികളുണ്ടെങ്കിൽ ഇല്ലേ, ആ സുന്നികളൊക്കെ ഒന്നായിക്കൊള്ളും.
അല്ലേ? സുന്നികളെല്ലാം ഒന്നിക്കും എന്ന് മഹദിമാമകാരനോടുകൂടി മറ്റെല്ലാം പിരിച്ചുവിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലാണ് ഈ നിരക്കും. ഇൻഷാ അല്ലാഹ് ആ വാർത്ത ഒരു പത്രത്തിൽ അടിച്ചു വരും ആദ്യമായി. ഏതാണ് ആ പത്രം? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നമ്മുടെ ഇവിടുത്തെ SKSSF ശാഖാ കമ്മിറ്റി എല്ലാവരും സഹകരിക്കുക, എല്ലാവരും വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക. ഇനിയും പിന്നെ 2 ദിവസം നടന്ന പരിപാടി അതല്ല, പല സൃഷ്ടിപരമായ പരിപാടികളും നമ്മളെ മക്കൾ ഇവിടെ നടത്താറുണ്ട്. ആ വകയിൽ നല്ല പൈസയും വേണമെന്ന് പറയുന്നു. അത് അവസാനം പോകുമ്പോ ബൈക്ക ചെലവും കഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും ഇവിടെ കൊടുത്തിട്ട് പോകണം. എന്താ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കട്ട നമ്മുടെ മാണിയൂർ നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി CK മാണിയൂര്, അതുപോലെ നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ഇബ്രാഹിം മൗലവി ഇടവച്ചാൽ തുടങ്ങിയുള്ള ചെറിയ ആശംസാ പ്രസംഗങ്ങൾ അതിന്റെ ശേഷം നമുക്കെല്ലാം ഇരുന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദിന്റെ പഠനാർഹമായ പ്രസംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ലുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള കഴിവുകളെല്ലാം നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. വളരെ ദീർഘമായ കാലം നമുക്ക് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്താനും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ ദീർഘകാലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ നേരുന്നതിന് നമ്മുടെ CK മാണിയൂർ അവരുടെ ബഹുമാനപൂർവ്വം കൊണ്ട് എന്റെ ചെറുവാക്കുകൾ ഞാൻ വ്യാപമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മാണിയൂർ ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത സമാദരണീയനായ പാണക്കാട് സയ്യിദ് ആശർ അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും അഭ്യുന്നതനായ നേതാവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പ്രചാരകനുമായ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി കാസിമി ഉസ്താദ്, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരാശംസാ പ്രസംഗത്തിന് ഉസ്താദ് ക്ഷണിച്ചതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. സത്യത്തിൽ ഇവിടെ ഒരു ആശംസാ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുവത്തല എന്ന ഈ മഹലിനെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാന്യനായ എന്റെ അഭിയോന്യ സുഹൃത്ത് അബ്ദുറഹ്മാൻ ഫൈസിയുടെ മകൻ, ഇന്നലെ വിവാഹിതനായ സുഹൃത്ത് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സത്യത്തിൽ മാണിയൂർ പാറാൽ മുസ്ലിം ജമാഅത്തിലെ 10 മഹല്ലുകളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ഒരു അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ചെറുവത്തല. ചെറുവത്തലയിൽ നേരത്തെ സ്വാഗതം പറഞ്ഞ വ്യക്തി ഇവിടെ സൂചിപ്പിച്ചത് 10-35ഓളം ബിരുദധാരികളായ പണ്ഡിതന്മാർ ഈ കൊച്ചു മഹല്ലിലുണ്ട് എന്നാണ്. അത് പണ്ഡിതന്മാര് മാത്രമല്ല, ആലിമീങ്ങൾ മാത്രമല്ല, ആലിമത്തും ഉണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഈ നാടിന് സംഭാവന ചെയ്തത് നമ്മുടെ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യന്റെ നേതൃത്വമാണ് എന്ന് അഭിമാനത്തോടുകൂടി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ മാണിയൂർ ഉസ്താദ് ഇന്ന് നമ്മുടെ നാടിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത
സൂഫി വര്യന്മാരും അള്ളാഹുവിനെ അങ്ങേ ഭയപ്പെട്ട് ജീവിച്ചവരുമായ ഒരുപാട് ആലിമീങ്ങൾ നേതൃത്വം കൊടുത്ത ഒരു ജമാഅത്താണ് നമ്മുടെ മാണിയൂർപ്പാറ ജമാഅത്ത്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ചാലാട്ട് കുട്ടിയാൽ മുസ്ലിയാർ എന്ന മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരു വർഷത്തിലേറെ കിതാബ് ഓതാനുള്ള അവസരം, അതിനുള്ള തൗഫീക്ക് റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയതിൽ ഞാൻ അള്ളാഹുവിനെ എന്നും സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ വളരെയേറെ ഭയപ്പെട്ട് ജീവിക്കുന്ന, എന്നാൽ സമ്പന്നനായ ഒരാളായിരുന്നു മഹാനായ കുട്ടിയാലി ഉസ്താദ് ഖുദ്ദസുല്ലാഹു സിർറഹു. അദ്ദേഹം നേതൃത്വം കൊടുത്ത സ്ഥാനമാണ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഈ ജമാഅത്ത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാലത്തുകരയിലെ മൂലയിൽ അബ്ദുറഹ്മാനാജി തങ്ങൾ എന്ന് പറയുന്ന അന്തുറാജി തങ്ങൾ, എന്നെ പോലെയുള്ള പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ അവരൊക്കെ അറിയുള്ളൂ. എത്ര വലിയ സൂക്ഷ്മതയുള്ള ആളാണ് എന്ന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത് നെല്ലിക്കപ്പാലത്തുള്ള നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ചക്കരാടത്ത് ഇബ്രാഹിം ഹാജി എന്ന് പറയുന്നവരുടെ ഭാര്യന്റെ അനുജത്തിയാണ്. അവർക്ക് മക്കളില്ല. ആ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് മരിച്ചപ്പോ ആ വീട്ടിലെ അന്ന് ഉണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്കുകളാണ് അന്നുണ്ടായിരുന്നത്. ആ മണ്ണെണ്ണ വിളക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന്റെ മുറിയിൽ വന്നാൽ അദ്ദേഹം ഇരുട്ടത്താണ് താമസിച്ചിരുന്നത് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അളിയന്മാരായ അബ്ദുള്ള ഹാജിയൊക്കെ ഉണ്ട്. ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. കാരണം ഉപ്പ മരിച്ച മക്കളുടെ സ്വത്താണത്. ആ സ്വത്ത് എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മണ്ണെണ്ണ വിളക്ക് പോലും തന്റെ മുറിയിൽ കത്തിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ സൂക്ഷ്മത എത്ര വലുതായിരുന്നു എന്ന് നാം ഓർക്കണം. ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ കീഴിൽ വയലിപ്പള്ളിയിൽ പഠിക്കാൻ പോയ സമയത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതിന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടത് പാറാപ്പള്ളിയിലെ മിമ്പറിൽ വന്ന് ഖുതുബ ഓതുന്ന സമയത്താണ്. ആ ഖുതുബ കേട്ടുകഴിഞ്ഞാൽ എങ്ങനെയുള്ള കരിമ്പാറ പോലത്തെ ഹൃദയമുള്ള മനുഷ്യനായാലും കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്ന രംഗം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ മഹാനുഭാവൻ നേതൃത്വം കൊടുത്ത ഒരു കസേരയിലാണ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് ഇന്നിരിക്കുന്നത്. ഇന്ന് ഈ നാടിന്റെ, ഈ ജമാഅത്തിന്റെ, ഈ മഹലിന്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. അദ്ദേഹത്തിന്റെ പരിചരണവും അദ്ദേഹത്തിന്റെ ശിക്ഷണവുമാണ് ഈ ചെറുവത്തലയിലെ ജനങ്ങളെ ഇന്ന് കാണുന്ന ഈ മതപരമായ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങളൊക്കെ മഴയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രസംഗം നിങ്ങളോട് നടത്തിയാൽ അത് ശരിയാവുകയില്ല. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചെറുവത്തല ജമാഅത്തിന്റെ എടൽ ഇബ്രാഹിം മൗലവി അവരുകളെ ഒരു ആശംസ നേരുന്നതിന് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെ തങ്ങൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു പ്രസംഗത്തിന്റെ അവസരമല്ല. SKSF-ന്റെ ചെറുവത്തല ശാഖ കമ്മിറ്റിയുടെ 24ാം വാർഷിക സമ്മേളനത്തിന് മാണിയൂർ ചെറുവത്തല കമൽ ഇസ്ലാം അഹ്ലി ജമാഅത്തിന്റെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഇന്നലെയും നമുക്ക് മഴയുണ്ടായിരുന്നു അല്ലെ? പ്രസംഗം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് മഴയൊക്കെ നീങ്ങി ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ്.